everyone, welcome back to another video of Mom Updates. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത് പ്രഗ്നൻസിക്ക് മുൻപും പ്രഗ്നൻസിയുടെ ഫസ്റ്റ് ട്രൈമസ്റ്ററിലും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വൈറ്റമിൻ B9 എന്ന പേരിൽ അറിയപ്പെടുന്ന ഫോളിക് ആസിഡ് എന്നതിന്റെ ആവശ്യകതയെക്കുറിച്ചും അതിന്റെ ഡോസേജ് എത്രയാണെന്നതിനെ കുറിച്ചിട്ടുമാണ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഞാൻ ഇങ്ങനെ പ്രഗ്നൻസി, ബേബി കെയർ ആൻഡ് പാരന്റിംഗ് റിലേറ്റഡ് വീഡിയോസ് ആണ് ചെയ്യുന്നത്. ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടപ്പുറത്തുള്ള കുഞ്ഞു ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാൻ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻസ് കിട്ടും. ഒട്ടും താമസിയാതെ തന്നെ നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. വൈറ്റമിൻ ബി ഗ്രൂപ്പിൽ വരുന്ന ഒരു വൈറ്റമിൻ ആണ് ഫോളിക് ആസിഡ്. ഇറ്റ് ഇസ് വൈറ്റമിൻ B9 ആണ് നമ്മൾ ഫോളിക് ആസിഡ് എന്നുള്ള ഈ കുഞ്ഞി പേരിട്ട് വിളിക്കുന്ന ഈ ടാബ്ലറ്റ് ഫോമിൽ വരുന്ന സംഭവം. ഈ സംഭവം നമ്മുടെ ശരീരത്തിലെ പല പല ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഫോളിക് ആസിഡ് ഉള്ളത് കൊണ്ടാണ് DNA നിർമ്മാണം നല്ല പ്രോപ്പറായ രീതിയിൽ നടക്കുന്നത്. അതേസമയം തന്നെ നമ്മുടെ ശരീരത്തിൽ റെഡ് ബ്ലഡ് സെൽസിന്റെ പ്രൊഡക്ഷന് വേണ്ടിയിട്ടും ഫോളിക് ആസിഡ് നല്ലോണം തന്നെ സഹായിക്കുന്നുണ്ട്. ഇതിനേക്കാളൊക്കെ ഉപരിയായിട്ട് പെട്ടെന്ന് വിഘടിക്കുകയും വളരെ ഫാസ്റ്റ് റേറ്റിൽ എന്താ പറയുക മൾട്ടിപ്ലൈ ചെയ്യുകയും ചെയ്യുന്ന കോശങ്ങൾക്ക് ഫോളിക് ആസിഡിന്റെ റിക്വയർമെന്റ് ഭയങ്കര കൂടുതലാണ്. ഞാനിത് സ്പെസിഫിക് ആയിട്ട് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടായിരിക്കും. നമ്മൾ പ്രഗ്നൻസിയുടെ ഫസ്റ്റ് ട്രൈമസ്റ്റർ എന്ന് പറയുന്ന സമയത്താണ് ഏറ്റവും പെട്ടെന്ന് കോശങ്ങൾ വിഘടിക്കുകയും പെട്ടെന്ന് അതൊരു കുഞ്ഞിന്റെ രൂപത്തിലേക്ക് വരികയും ചെയ്യുന്നത്. അപ്പൊ ആ ഒരു സമയത്ത് ഫോളിക് ആസിഡിന്റെ റിക്വയർമെന്റ് ഭയങ്കര കൂടുതലാണ്. ഇനി നമുക്ക് പ്രീ പ്രഗ്നൻസിയിൽ എന്തുകൊണ്ടാണ് ഡോക്ടേഴ്സ് നിങ്ങൾക്ക് ഫോളിക് ആസിഡ് സജസ്റ്റ് ചെയ്യുന്നത് നോക്കാം. അതായത് ഒരു ഗർഭധാരണത്തിന് പ്ലാൻ ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഒരു ഡോക്ടറെ ചെന്ന് കാണുമ്പോൾ തന്നെ അവർ ഫസ്റ്റ് സജസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഫോളിക് ആസിഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ്. അതെന്തുകൊണ്ടാണെന്ന് നമ്മൾക്ക് നോക്കാം. ഒന്നാമതായിട്ട് പറയുകയാണെങ്കിൽ ഇറ്റ് പ്രിവെന്റ്സ് ന്യൂറൽ ട്യൂബ് ഡിഫെക്ട്സ് എന്ന് വെച്ചാൽ കുഞ്ഞിന്റെ തലച്ചോറിനെയും നട്ടെല്ലിനും ഉണ്ടാകാവുന്ന വൈകല്യങ്ങളെ ഒരു വലിയ പരിധിവരെ തടയാൻ വേണ്ടിയിട്ട് ഫോളിക് ആസിഡ് സഹായിക്കും എന്നാണ് പഠനങ്ങൾ തെളിയിച്ചിരിക്കുന്നത്. അത് എന്തുകൊണ്ടാണ് ഇങ്ങനെയെന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാലോ, പ്രഗ്നൻസിയുടെ ഫസ്റ്റ് ട്രൈമസ്റ്ററിലാണ് കുഞ്ഞിന്റെ ഓർഗൻസും കുഞ്ഞിന്റെ മറ്റുള്ള അവയവങ്ങളും എല്ലാം തന്നെ ഡെവലപ്പ് ആവുന്നത്. അപ്പൊ ആ ഒരു സമയത്ത് ആവശ്യത്തിന് ഉള്ള ഫോളിക് ആസിഡ് അമ്മയുടെ ശരീരത്തിൽ ഇല്ലെങ്കിൽ അത് കുഞ്ഞിന്റെ ഡെവലപ്മെന്റിനെ ഭയങ്കരമായിട്ട് ബാധിക്കും. അപ്പോൾ അങ്ങനെ ഫോളിക് ആസിഡിന്റെ റിക്വയർമെന്റ് ആവശ്യത്തിനില്ലെങ്കിൽ ഒരുപക്ഷെ ജനിതക വൈകല്യങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ കൂടുതലാണ്. പ്രത്യേകിച്ചും തലച്ചോറിന്റെ കാര്യത്തിലും നട്ടെല്ലിന്റെ കാര്യത്തിലും. ഇങ്ങനെയുള്ള വൈകല്യങ്ങൾ ഒഴിവാക്കാൻ കൃത്യമായ അളവിൽ ഡോക്ടർ നിർദ്ദേശിക്കുന്ന അതേ അളവിൽ ഫോളിക് ആസിഡ് കഴിച്ചിരിക്കുക എന്നുള്ളത് ഭയങ്കരമായിട്ടും ഇമ്പോർട്ടൻ്റ് ആണ്. പ്രഗ്നൻസിയുടെ ഫസ്റ്റ് സ്റ്റേജിലാണ് ഇത് ഏറ്റവും കൂടുതലെന്ന് ഞാൻ പറഞ്ഞു. നിങ്ങളിപ്പോൾ ഒരു 3 മാസത്തിന് ശേഷം ഫോളിക് ആസിഡ് കഴിച്ചുകൊണ്ട് അതുകൊണ്ട് ഒരു ഗുണം ഉണ്ടാകില്ല. ഫസ്റ്റ് ട്രൈമസ്റ്റർ പ്രഗ്നന്റ് ആകുന്ന ആ നിമിഷം മുതൽ, അതായത് എഗ് ആൻഡ് സ്പേം തമ്മിൽ ഫ്യൂസ് ആകുന്ന ആ മൊമെന്റ് തൊട്ടുള്ള 3 മന്ത്സിലാണ് ഫോളിക് ആസിഡിന്റെ ഹയസ്റ്റ് റിക്വയർമെന്റ് ഉള്ളത് നിങ്ങളുടെ ശരീരത്തിൽ. രണ്ടാമത്തെ കാര്യമാണ് അനീമിയ അഥവാ വിളർച്ച. അനീമിയ അഥവാ എന്ന് പറയുന്ന ഈ ഒരു സംഭവം ഇറ്റ്സ് വെരി കോമൺ. നമ്മളുടെ ഒരു പ്രായത്തിലുള്ള അതായത് ഒരു 20-25 വയസ്സ് പ്രായത്തിലുള്ള എല്ലാ ആൾക്കാർക്കും വളരെ കോമൺ ആയിട്ട് ഇപ്പോഴത്തെ കാലത്ത് കണ്ടുവരുന്ന ഒരു പ്രശ്നമാണ് അനീമിയ. അനീമിയ ഉണ്ടാകുന്നതിന് പല പല കാരണങ്ങൾ ഉണ്ടായിരിക്കാം. അതിൻ്റെയൊക്കെ റൂട്ട് കോസസ് കണ്ടുപിടിച്ച് ട്രീറ്റ് ചെയ്യുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അത് നമ്മൾക്ക് വേറൊരു വീഡിയോയിൽ സംസാരിക്കാം. പക്ഷേ അനീമിയ ഉള്ളൊരു വ്യക്തിക്ക് ഫോളിക് ആസിഡ് കഴിക്കുകയാണെങ്കിൽ ഒരു പരിധി വരെ കോംപ്ലിക്കേഷൻസ് തടയാൻ പറ്റും പ്രഗ്നൻസിയിൽ. ഇത് അമ്മയ്ക്കും കുഞ്ഞിനും ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഫോളിക് ആസിഡ് കഴിക്കാൻ മറന്നു പോകരുത്. മൂന്നാമതായിട്ടുള്ള ഒരു കാര്യമാണ് പ്രീ എക്ലാംസിയ. പ്രീ എക്ലാംസിയ എന്ന് പറഞ്ഞാൽ ഫിറ്റ്സ് വരുന്നതിന് തൊട്ട് മുമ്പുള്ള ഒരു അവസ്ഥ എന്ന് വേണമെങ്കിൽ നമുക്ക് അതിനെ സിമ്പിൾ ആയിട്ട് പറയും. അപ്പോൾ എന്താ പറയുക, ഫോളിക് ആസിഡ് നമ്മൾ കൃത്യമായിട്ട് കഴിക്കുകയാണെങ്കിൽ ഈ ഒരു അവസ്ഥ, അതായത് ബ്ലഡ് പ്രഷർ കൂടി അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് എത്തുന്നതിനെ ഒരു പരിധി വരെ തടയാൻ പറ്റും എന്നാണ് റിസർച്ചേഴ്സും ഡോക്ടേഴ്സും പറയുന്നത്. നാലാമത്തെ കാര്യം, ഫോളിക് ആസിഡിന് ഡൗൺ സിൻഡ്രോമിന്റെ ചാൻസസിനെ കുറയ്ക്കാൻ പറ്റും എന്നാണ് പുതിയ പഠനങ്ങൾ തെളിയിക്കുന്നത്. അതായത് ഒരു ഡൗൺ സിൻഡ്രോം വരാൻ ചാൻസസ് ഉള്ള, അതായത് ജനറ്റിക്കലി ചാൻസസ് ഉള്ള അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് ചാൻസസ് ഉള്ള ഒരമ്മ പ്രഗ്നൻസിക്ക് ഏകദേശം ഒരു 4 മാസം മുൻപ് മുതൽ തന്നെ കൃത്യമായ അളവിൽ ഫോളിക് ആസിഡ് കഴിക്കുകയാണെങ്കിൽ അവർക്കുണ്ടാകുന്ന കുട്ടിക്ക് ഡൗൺ സിൻഡ്രോം ഉണ്ടാകാനുള്ള ചാൻസസ് ഒരു പരിധി വരെ കുറയുന്നു എന്നാണ് പുതിയ പഠനങ്ങൾ കാണിക്കുന്നത്. ഒരു പ്രീ പ്രഗ്നൻസി പ്ലാനിങ്ങിന് വേണ്ടിയിട്ട് നമ്മളൊരു ഡോക്ടറിനെ ചെന്ന് കാണുമ്പോൾ അവർ നമ്മൾക്ക് ആദ്യമായിട്ട് അഡ്വൈസ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഫോളിക് ആസിഡ് കഴിക്കണം. അപ്പോൾ എത്ര ഡോസിലാണ് കഴിക്കേണ്ടത്? 400 മൈക്രോഗ്രാം പെർ ഡേ ആണ് ഒരു മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ലാത്ത ഒരമ്മ കഴിക്കേണ്ടത്.
എന്നാൽ ചില പ്രത്യേക കേസുകളിൽ 400 മൈക്രോഗ്രാം പോരാതെ വരും. അതെങ്ങനത്തുള്ള കേസുകളാണ്? ഇതിനു മുമ്പ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കുന്ന ഒരു കുഞ്ഞിന് നട്ടെല്ലിനോ തലച്ചോറിനോ എന്തെങ്കിലും വൈകല്യങ്ങളുള്ള കുഞ്ഞാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എപ്പിലെപ്സിയുടെ ഹിസ്റ്ററി, അതായത് അപസ്മാരത്തിന്റെ ഹിസ്റ്ററി ഉണ്ടെങ്കിൽ, അങ്ങനെയുള്ള അമ്മമാര്, അല്ലെങ്കിൽ ഡയബറ്റീസ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ബ്ലഡ് ഷുഗറിന്റെ ഒരു ഫാമിലി ഹിസ്റ്ററി നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉള്ള അമ്മമാർ. പിന്നെ പറയുകയാണെങ്കിൽ സീലിയാക് ഡയറ്റ് കഴിക്കുന്നവർ, അതായത് ക്രോൺസ് ഡിസീസ് ഉള്ളവർ, ഇതൊക്കെ കുടലിനെ ബാധിക്കുന്ന ചില പ്രശ്നങ്ങളാണ്. അപ്പൊ ഇങ്ങനത്തെ അസുഖങ്ങളൊക്കെ ഉള്ളവര് മുൻകൂട്ടി തന്നെ ഡോക്ടറെ കണ്ട് കൂടിയ അളവിലുള്ള ഫോളിക് ആസിഡ് എമൗണ്ട് കഴിച്ചതിന് ശേഷം മാത്രം ഒരു പ്രഗ്നൻസി പ്ലാൻ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഞാൻ മേൽപ്പറഞ്ഞ ഈ കാറ്റഗറിയിൽ വരുന്ന അമ്മമാര് ഉറപ്പായിട്ടും ഒരു ഡോക്ടറെ കണ്ട് പ്രീ പ്രഗ്നൻസി കൗൺസിലിംഗ് നടത്തി അവരുടെ നിർദ്ദേശങ്ങൾക്ക് അനുസരിച്ച് മാത്രമേ ഒരു പ്രഗ്നൻസിയിലേക്ക് എത്താവൂ. കാരണം ഇങ്ങനത്തുള്ള കേസസിൽ അൺപ്ലാൻ പ്രഗ്നൻസി എന്ന് പറയുന്നത് കുറച്ചൊരു റിസ്ക് ഉള്ള കാര്യമാണ്. അപ്പോൾ ആ റിസ്ക് ഒരു ഡോക്ടറിന്റെയും കൃത്യമായ കൺസൾട്ടേഷനിൽ കൂടെ നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്നതായിരിക്കും. അതായത് WHO ഗൈഡ് ലൈൻസ് അനുസരിച്ചിട്ട് റീപ്രൊഡക്റ്റീവ് ഏജിലുള്ള ഒരു സ്ത്രീ ഉറപ്പായിട്ടും ഫോളിക് ആസിഡ് ടാബ്ലറ്റ്സ് കഴിക്കുന്നത് സേഫ് ആണെന്നാണ് അവർ പറയുന്നത്. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ ഫാമിലി ഡോക്ടറിനെ കണ്ടിട്ട് ഈ പറഞ്ഞ കാര്യങ്ങൾ ഒന്നും കൂടെ കൺഫേം ചെയ്തിട്ട് കഴിക്കുന്നത് സേഫ് ആണ്. അതേസമയം തന്നെ നിങ്ങൾക്കിപ്പോൾ ഡോക്ടറിനെ പോയി കാണാൻ താല്പര്യം ഇല്ലെങ്കിൽ, ഇത് ഓവർ ദ കൗണ്ടർ കിട്ടുന്ന ഒരു മെഡിക്കേഷനാണ്. നമ്മൾ എന്താ പറയുക, ഫാർമസി, അതായത് മെഡിക്കൽ സ്റ്റോറിൽ ചെന്നിട്ട് ഫോളിക് ആസിഡ് ടാബ്ലറ്റ്സ് വേണം എന്ന് പറഞ്ഞാൽ അവർ ഫോളിക് ആസിഡ് ടാബ്ലറ്റ്സ് വരും. അതിന് പ്രിസ്ക്രിപ്ഷൻ ഒന്നും വേണ്ട. നിങ്ങൾ പ്രഗ്നൻസി പ്ലാൻ ചെയ്യുന്നതിന് ദയവായിട്ട് നിങ്ങൾ ഫോളിക് ആസിഡ് ടാബ്ലറ്റ്സ് വാങ്ങിച്ച് ഉറപ്പായും കഴിക്കണം. ഇതിനധികം വിലയൊന്നുമില്ല. എനിക്ക് തോന്നുന്നു ഒരു 30 ടാബ്ലറ്റിന് 30 രൂപയോ 25 രൂപയോ അത്രയൊക്കെ ഉള്ളു. അതായത് ഒരു ദിവസത്തെ ടാബ്ലറ്റിന് 1 രൂപ പോലും വിലയില്ല. പക്ഷെ ഈ ഒരു ടാബ്ലറ്റ് കഴിക്കുകയാണെങ്കിൽ നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്ന കോംപ്ലിക്കേഷൻസ് എന്ന് പറഞ്ഞാൽ ഇത്രയും വലിയ, അതായത് ഒരു കുഞ്ഞിന്റെ ജീവിതത്തെ കംപ്ലീറ്റ് ആയിട്ട് അഫക്റ്റ് ചെയ്യാൻ പറ്റുന്ന അത്രയും വലിയ കോംപ്ലിക്കേഷൻസിനെ ഒഴിവാക്കാൻ നമ്മൾക്ക് ഈ 1 രൂപയുടെ മുടക്ക് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഫോളിക് ആസിഡ് കഴിക്കാൻ മറന്നു പോകരുത്. അപ്പൊ ഞാൻ ഷെയർ ചെയ്ത ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത്? ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, പിന്നെ എന്താ ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒരുപാട് യൂസ്ഫുൾ വീഡിയോസ് ഇനിയും വരാൻ വേണ്ടിയിട്ടുണ്ട്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.